ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിൽ വിവിധതരം ഓഹരികളെക്കുറിച്ചാണ്. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിൽ 6 തരം നിശ്ചിത ഓഹരികൾ പറഞ്ഞിട്ടുണ്ട്. 1/2, 1/4, 1/8, കൂടാതെ 2/3, 1/3, 1/6 എന്നുമായി 2 തരത്തിലാണ് ഓഹരികളുള്ളത്. ഈ നിശ്ചിത ഓഹരികളുടെ അവകാശികൾ 4 പുരുഷന്മാരും 9 സ്ത്രീകളുമായി 13 പേരാണ്. ഇതിൽ പുരുഷന്മാർ എന്ന് പറയുന്നത് 1 ഭർത്താവ്, 2 പിതാവ്, 3 പിതാവിൻ്റെ പിതാവ്, 4 മാതാവിലൊത്ത സഹോദരൻ. സ്ത്രീകളിലാണെങ്കിൽ 1 ഭാര്യ, 2 മകൾ, 3 മുമ്പേ മരിച്ച മകൻ്റെ മകൾ, 4 മാതാവ്, 5 പൂർണ്ണ സഹോദരി, 6 പിതാവിലൊത്ത സഹോദരി, 7 മാതാവിലൊത്ത സഹോദരി, 8 മാതാവിൻ്റെ മാതാവ്, 9 പിതാവിൻ്റെ മാതാവ്. ഇതിൽ 1/2 അവകാശികൾ 5 ആകുന്നു. 1 ഭർത്താവ്, 2 മകൾ, 3 മുമ്പേ മരിച്ച മകൻ്റെ മകൾ, 4 പൂർണ്ണ സഹോദരി, 5 പിതാവിലൊത്ത സഹോദരി. 1/4 അവകാശികൾ 1/4 അവകാശികൾ 2 ആകുന്നു. 1 ഭർത്താവ്, 2 ഭാര്യ. 1/8 അവകാശികൾ 1/8 അവകാശി ഭാര്യയാണ്. ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവർ 1/8 ഭാഗിച്ചെടുക്കാനാണ് നിയമം. 2/3 അവകാശികൾ 4 ആകുന്നു. 1 ഒന്നിലധികം പെൺമക്കൾ, 2 മുമ്പേ മരിച്ച മകൻ്റെ ഒന്നിലധികം പെൺമക്കൾ, 3 ഒന്നിലധികം പൂർണ്ണ സഹോദരികൾ, 4 ഒന്നിലധികം പിതാവിലൊത്ത സഹോദരികൾ. 1/3 അവകാശികൾ 2 ആകുന്നു. 1 മാതാവ്, 2 മാതാവിലൊത്ത ഒന്നിലധികം സഹോദരന്മാർ. 1/6 അവകാശികൾ 9 ആകുന്നു. 1 പിതാവ്, 2 പിതാവിൻ്റെ പിതാവ്, 3 മാതാവ്, 4 മുമ്പേ മരിച്ച മകൻ്റെ മകൾ, 5 പിതാവിലൊത്ത സഹോദരി, 6 മാതാവിൻ്റെ മാതാവ്, 7 പിതാവിൻ്റെ മാതാവ്, 8 മാതാവിലൊത്ത സഹോദരൻ, 9 മാതാവിലൊത്ത സഹോദരി. ഇപ്രകാരമാണ് മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിൽ വിവിധതരം ഓഹരികൾ നിശ്ചയിച്ചിട്ടുള്ളത്. 6 തരം ഓഹരികളാണ് 1/2, 1/4, 1/8, 2/3, 1/3, 1/6. ഇങ്ങനെ 2 തരത്തിലാണ് ഓഹരികൾ. ഓഹരികളുടെ അവകാശികൾ 4 പുരുഷന്മാരും 9 സ്ത്രീകളുമായി 13 പേരാണ്. ഇതിൽ പുരുഷന്മാർ 1 ഭർത്താവ്, 2 പിതാവ്, 3 പിതാവിൻ്റെ പിതാവ്, 4 മാതാവിലൊത്ത സഹോദരൻ. സ്ത്രീകളിലാണെങ്കിൽ 1 ഭാര്യ, 2 മകൾ, 3 മുമ്പേ മരിച്ച മകൻ്റെ മകൾ, 4 മാതാവ്, 5 പൂർണ്ണ സഹോദരി, 6 പിതാവിലൊത്ത സഹോദരി, 7 മാതാവിലൊത്ത സഹോദരി, 8 മാതാവിൻ്റെ മാതാവ്, 9 പിതാവിൻ്റെ പിതാവ്. ഇപ്രകാരമാണ് ഓഹരികൾ വീതം വെക്കുന്നത്. താങ്ക് യു വെരി മച്ച്.